റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, അത് റിസോൾവ് ചെയ്യും, പിന്നെ ഈ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവും. ഇതൊരു സൈക്കിൾ തന്നെയാണ്. പക്ഷേ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിനെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് ആക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇന്നത്തെ ദിവസം വളരെയധികം സ്നേഹമായിരിക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം, നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ഐഡിയൽ പാർട്ട്ണറായിട്ട് ആക്ട് ചെയ്യാം. നെക്സ്റ്റ് ഡേ ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല, അവരവരെ കാര്യം മാത്രം നോക്കി നമുക്കൊരു ആൻസറും തരാതെ വളരെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുക. ഇത് കാണിക്കുന്ന സമയത്ത് ഇത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ട്രസ്റ്റും ബോണ്ടിങ്ങിനെയും വളരെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യും. കൂടാതെ അപ്പുറത്തുള്ള പാർട്ട്ണറിൻ്റെ സെൽഫ് വർത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയും ഫീൽ ചെയ്യിപ്പിക്കും. കൂടാതെ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയാണ്. ഇങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് ഒരു പാർട്ട്ണറിന് വളരെ ഇൻസെക്യൂർ ആവാനും ഈ റിലേഷൻഷിപ്പ് നീണ്ടു നിൽക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്.